ഒരു തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ തെറ്റ് നിർത്താൻ കഴിയും എന്ന് മൂപ്പർക്ക് ഇടയ്ക്കിടയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും. അപ്പോൾ അയാൾ ആ തെറ്റ് നിർത്താൻ എന്തെങ്കിലും ഒരു നല്ല തീരുമാനം സ്ട്രോങ്ങിലെടുക്കുമ്പോൾ ഇബ്ലീസ് ചെയ്യുന്ന ഒരു ചതി ഏക്കാൾ വലിയ ചതിയാണ് ഹവൻ നഫ്സ് ചെയ്യുക. ഹവൻ നഫ്സ് എന്താ ചെയ്യാന്നറിയോ? ആ തെറ്റ് സാഹചര്യം നിലനിൽക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. അങ്ങനെ തിയറി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇവൻ നേരത്തെ ലവ് ആയ പെൺകുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയറിന് അവിടെ ചേർന്നു. നേരത്തെ +2 കാര്യമായിരുന്നു, ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ആ കോളേജിൽ ചേർന്നു. അപ്പോൾ നമ്മൾ മനസ്സിൽ തീരുമാനിക്കുകയാണ്, ഇനി ഓളുണ്ടാവും, ഇനി ഇടയ്ക്കിടയ്ക്കേ കാണും, അതൊരു പ്രശ്നമാണ്, വേണ്ടാന്ന്. അല്ലെങ്കിൽ ലവ് അഫെയറായി ബ്രേക്കായി ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു അന്വേഷണം വന്നപ്പോൾ പിന്നെയും ആ പെണ്ണിനെ കണ്ട് ഹറാമിലേക്ക് എത്തണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ഹവൻ നഫ്സ് നമുക്ക് തരും. ഓളാടുണ്ടായിന്ന് ചോദിച്ചിട്ട് അങ്ങനെ ലോകത്തെ എടിമോടെ എന്ത് ചെയ്ത് അതൊന്നും വേണ്ട, കെട്ടണം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. അത് നടക്കൂല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് 100 ആളെ കൊന്ന മനുഷ്യനോട് പറഞ്ഞത്, ഫീസ് അവിടെ അടച്ചിട്ടുണ്ടെങ്കിലും ആ കോളേജിൽ നിന്ന് ഒഴിവാക്കി കളയുന്നു, ആ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോടുക, തൗബയിൽ പിന്നെ ചെയ്യുക, നീ അവിടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക. സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പല്ലേ. ഒരാൾ ക്രോം അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റ, സ്നാപ്ചാറ്റിങ്, ഇതിലേതോ ഒരു ആപ്പ് വഴിയാണ് തെറ്റ് ചെയ്യുന്നത്. റമദാനാകുമ്പോൾ എല്ലാം നിർത്തിയിട്ട് മതിയാക്കാം എന്ന് വയല് കേട്ടിട്ട് തോന്നിയ ഒരാൾക്ക് ഹവൻ നഫ്സ് അയച്ചു കൊടുക്കുന്ന മെസ്സേജ്, അപ്പോൾ യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്താൽ ഖുറാൻ ക്ലാസ്സും വയലും മദ്ഹ് ഗാനെല്ലാം എങ്ങനെ കേൾക്കൽ? അത് ശരി, കണ്ട, ഇതാണ് ഈ ചങ്ങായിൻ്റെ ചതി. സോ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ ഈ 3 ശത്രുക്കളെയും നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക ഒറ്റ വഴി മാത്രമാണ്. അതേതാ വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്തെത്തണം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ പറ്റും.